ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ടിപ്പുമായിട്ടാണ് വരുന്നത്. കണ്ണിന് ചുറ്റുമുള്ള നമ്മുടെ കറുപ്പ് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. അത് അലോവേറ ജെല്ലും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാമേ. കുറച്ച് അലോവേറ ജെല്ല് ഇത് വാങ്ങിക്കാൻ കിട്ടും, കടകളിൽ വാങ്ങിക്കാൻ. അലോവേറ ജെല്ല് ഒരു ബൗളിലേക്ക് എടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, ഇത് മെഡിക്കൽ സ്റ്റോറിലെല്ലാം കിട്ടുന്നതാണ്. ഇതെടുത്തിട്ട് അതൊന്ന് എങ്ങനെയും ഒന്ന് സേഫ്റ്റി പിൻ വെച്ചൊന്ന് കുത്തിക്കഴിഞ്ഞാൽ അത് പൊട്ടും. ഇതിനകത്ത് ഒരു ക്യാപ്സ്യൂൾ മതിയാവും ഒരു ദിവസം നമുക്ക് തേക്കാനായിട്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നുവെച്ചാൽ ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിന് നല്ല കട്ടിയുള്ള ഒരു ഓയിലാണ്. അപ്പോൾ അത് നേരിട്ട് ഒരിക്കലും നമ്മൾ കണ്ണിന് ചുറ്റും അല്ലെങ്കിൽ മുഖത്തായാലും ഇടരുത്. ഇത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെയ്യാമുള്ളൂ. അപ്പോൾ അത് അലോവേറ ജെല്ലായിട്ടാണ് ഡൈല്യൂട്ട് ചെയ്യുന്നത്. അത് വേറെ പല ഇതായിട്ടും ഡൈല്യൂട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാനിപ്പോൾ അലോവേറ ജെല്ലുമായിട്ട് ഡൈല്യൂട്ട് ചെയ്യും. ഇതേപോലെ വരും. എന്നിട്ട് നമ്മളത് ഇപ്പോൾ ഈ രീതിയിൽ വരും. നന്നായിട്ട് മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ണ് നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണേ, പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം പോകാനായിട്ട് ഒരു കോട്ടൺ പാഡ് വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോകണം. നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മളിത് കൈകൊണ്ട് ജസ്റ്റ് കയ്യിലെടുക്കുക. കണ്ണിൻ്റെ മേളിലൊന്ന് അപ്ലൈ ചെയ്യുക, താഴെ ഒന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടത് മസാജ് ചെയ്യണം. സോഫ്റ്റായിട്ട് മസാജ് ചെയ്യാമുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ 2 കണ്ണിനും ചെയ്ത് അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റെങ്കിലും അത് ഇട്ട് വെച്ചേക്കണം. എന്നിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അങ്ങനെ ദിവസം ചെയ്യുകയാണെങ്കിൽ കണ്ണിന് ചുറ്റുമുള്ളത് ശരിക്കും കുറയും. കണ്ണിൻ്റെ താഴെയെല്ലാം സോഫ്റ്റായിട്ട് മസാജ് ചെയ്യാമുള്ളൂ കേട്ടോ. കണ്ണൊക്കെ ഇവിടെ ഒന്നും ഹാർഡായിട്ട് ചെയ്യാൻ പാടില്ല. ഇനി അടുത്ത കണ്ണോടെ നമ്മൾ ഇതുപോലെ ചെയ്യണം. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും കണ്ണിൻ്റെ അകത്ത് പോകാൻ നോക്കുക. അകത്ത് പോയാൽ ഇത് കുഴപ്പമില്ല. പക്ഷെ എന്നാലും അകത്ത് പോയാൽ നമുക്ക് ചിലപ്പം നീറത്തില്ല, എന്നാലും ഒരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ അകത്ത് പോകാതെ വേണം നമ്മളിങ്ങനെ മസാജ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴാണെങ്കിൽ തന്നെ കൈ നന്നായിട്ട് കഴുകിയിട്ട് വേണം. കാരണം അല്ല മുളകിൻ്റെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്തിട്ട് ചെയ്യുന്നതാണെങ്കിൽ ആ മുളകിൻ്റെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുകച്ചിൽ വരും. അപ്പോൾ അത് കാരണം സൂക്ഷിച്ച് വേണം അത് ചെയ്യാൻ. ഇത് മാക്സിമം രാത്രി ചെയ്യണേ ഏറ്റവും നല്ലത്. വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ട് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ കൺതടത്തിലുള്ള തടിപ്പിനൊക്കെ ഒത്തിരി കുറവുണ്ടാവും. അപ്പോൾ അതങ്ങനെ ചെയ്യണേ ഏറ്റവും ഉത്തമം. പിന്നെ അവരവരുടെ സമയം അനുസരിച്ച് അവരവർ ചെയ്യുക. സോഫ്റ്റായിട്ടാണ് ചെയ്യേണ്ടത്. ഒട്ടും ഹാർഡാക്കരുത്. സോഫ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു, 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പം ഞാനിനി ഇത് സോഫ്റ്റായിട്ടൊന്ന് തുടച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ മുഖം ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്താലും മതി. ഇപ്പം ഞാൻ ഇത് സോഫ്റ്റായിട്ടൊന്ന് തുടച്ചെടുക്കുക. കണ്ണിൽ വീണു, പക്ഷെ കണ്ണിൽ വീണിട്ടൊന്നും നമുക്ക് നീറ്റലൊന്നുമില്ല. എന്നാലും നല്ല ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. നല്ല കൂളിംഗ് എഫക്റ്റ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വരും കണ്ണിന് ചുറ്റും. ആഴ്ചയിൽ ഒരു 4 പ്രാവശ്യമെങ്കിലും നമ്മൾ മാക്സിമം ചെയ്യുക. നല്ല തണുത്ത വെള്ളം കൊണ്ട് മുഖം നന്നായിട്ട് കഴുകി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി നല്ലൊരു ഇത് കിട്ടും. അപ്പം ഞാനൊന്ന് സ്പഞ്ച് ചെയ്തെടുത്തതേ ഉള്ളൂ. നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ മുഖം ഇനി കഴുകിയിട്ട് പഴയ പോലെ നമുക്ക് മുഖം കഴുകിയെടുത്താൽ മതി. അല്ലാതെ വേറെ ഇതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇത് എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട്. വൈകിട്ടാണെങ്കിൽ ഏറ്റവും നല്ലത്. വൈകിട്ട് കിടക്കുന്നതിന് മുമ്പാണ് ചെയ്യുന്നതെങ്കിൽ ഇത് നമ്മൾ പുരട്ടിയിട്ട് നമ്മൾ തുടച്ച് കളഞ്ഞിട്ട് അങ്ങ് കിടന്നാൽ മതി. ഇത് വെച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇത് തുടച്ചിട്ട് അങ്ങ് കിടക്കണതായിരിക്കും ഉത്തമം. അപ്പോൾ ഈ കണ്ണിൻ്റെ ഇവിടെയുള്ള തടിപ്പൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് ഒത്തിരി വ്യത്യാസം വരുന്നുണ്ടാവും ഇങ്ങനെ ദിവസം ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ബാലൻസ് ചെയ്ത് മുഖത്തിട്ടെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല.
അത് മുഖത്ത് ഇടാവുന്നതാണ്. കാരണം ഇത് രണ്ടും നല്ലൊരു ഐറ്റമാണ്. ഓക്കെ, താങ്ക് യു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.